ഹലോ അസ്സലാമു അലൈക്കും. എടാ, +2 അറബിക് പരീക്ഷയിൽ ഷുവറായിട്ട് ചോദിക്കുന്ന 3 മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാൻ പോവുകയാണേ. നോക്കാം. നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാവും തെഹ്നിയത്ത്. തെഹ്നിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗ്രീറ്റിങ്സ് എന്നാണ് കേട്ടോ. തെഹ്നിയത്ത് എന്ന് പറഞ്ഞാൽ ഗ്രീറ്റിങ്സ് ആശംസ അറിയിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഇവിടെ 3 ടോപ്പിക്ക് നമുക്ക് തരും കേട്ടോ. 3 ടോപ്പിക്ക് തരും. ഈ 3 ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെക്കൊണ്ട് എന്തെങ്കിലും പിന്നെ ഒരു ആശംസ കാർഡ് നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള തരാം. ഈദുൽ അദ്ഹ, ആമുൻ ജദീദ്, യൗമുൽ മീലാദ്, അല്ലേ? ഇതിങ്ങനെ നമുക്ക് അറിയണതും അറിയാത്തതൊക്കെ ഉണ്ടാവും. നമ്മൾ ചെയ്യേണ്ടത് ഗ്രീറ്റിങ്സ് ചോദിച്ചാൽ ഒന്നിന് 1 മാർക്ക്, 3 3 മാർക്ക്. അപ്പം കുറേ ഒന്നും എഴുതണ്ട. ഗ്രീറ്റിങ്സ് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബോക്സ് വരയ്ക്കണം. ബോക്സ് വരച്ചിട്ട് ഇവിടെ ടോപ്പിക് എന്താണോ ആ ടോപ്പിക്ക് നമ്മൾ വലുതാക്കി എഴുതുക. അപ്പോൾ ഈദുൽ അദ്ഹ നമുക്ക് എന്താണ്? ഈദുൽ അദ്ഹ എന്താണ്? പെരുന്നാളാണ്, അല്ലേ? ബലി പെരുന്നാളാണ്, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈദുൽ അദ്ഹ ആയതുകൊണ്ട് തന്നെ നമുക്കത് ടോപ്പിക് എഴുതി നമ്മൾ ഗ്രീറ്റിങ്സിൽ ടോപ്പിക് എഴുതണം. എന്നിട്ടോ ഇതുമായി ബന്ധപ്പെട്ട 1 2 ജസ്റ്റ് ഒരു മെസ്സേജ് എഴുതുക എന്നുള്ളൂ. വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഈദുൽ അദ്ഹ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈദുൽ മുബാറക്ക് എന്ന് എഴുതാം. ഈദ് മുബാറക്ക്, പെരുന്നാളായതുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ. ഇനിയോ അതേപോലെ തന്നെ ഈദും സഈദ് എന്ന് എഴുതാം. ഓക്കെ. നിങ്ങൾ ഇഷ്ടംപോലെ ഇഷ്ടമുള്ള എഴുതിക്കോളി. ഞാൻ അവിടെ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാത്ത ടോപ്പിക്ക് തരുമല്ലോ. നിങ്ങൾക്ക് അർത്ഥം അറിയാത്ത സാധനമാണ് വന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഹെഡിങ് എഴുതാൻ കഴിഞ്ഞ് പണിയില്ലല്ലോ, നോക്കിയെടുത്ത് എഴുതിയാൽ പോരെ. അപ്പോൾ കോമൺ ആയിട്ട് എഴുതുന്ന സാധനം ഞാൻ പറഞ്ഞുതരാം. ഉഹന്നി ഉക്ക എന്ന് പറഞ്ഞാൽ ഞാൻ നിനക്ക് ഉഹന്നിയുക്ക വേണ്ട, ഉഹന്നി ലക്കാന്നായിക്കോട്ടെ, നിനക്ക് ആശംസിക്കുന്നായിക്കോട്ടെ. ഉഹന്നി എന്ന് പറഞ്ഞാൽ ഞാൻ ആശംസ നേരുന്നു. ലക്ക നിനക്ക്. ഹയാത്തൻ സഈദത്തൻ നിനക്കൊരു ഹാപ്പി ലൈഫ്. സഈദത്തൻ നിനക്കൊരു ഹാപ്പി ലൈഫിലൊന്നും വിജയം ഉണ്ടാവട്ടെ. അപ്പോൾ ഏത് കല്യാണത്തിൻ്റെ സമയത്തും പെരുന്നാളിനും ഹാപ്പി ന്യൂ ഇയറിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്പോൾ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കോമൺ ആയിട്ട് എല്ലാത്തിനും എഴുതാൻ പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യുക വെച്ചാൽ വേറെ ബാറക്കല്ലാഹു ലക്ക്, അള്ളാഹു നിനക്ക് ബർക്കത്ത് നൽകട്ടെ. ഉണ്ടോ? ഈ രീതിയിൽ ഇപ്പോൾ ഇത് മെസ്സേജും കോമൺ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഗ്രീറ്റിങ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഗ്രീറ്റിങ്സിൻ്റെ ടോപ്പിക് ഓരോന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? എടുത്തെഴുതും. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയണ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു മെസ്സേജ് താഴത്ത് എഴുതുക. ഇനി അതല്ല നിങ്ങൾക്ക് അറിയാത്തതാണെങ്കിൽ എന്ത് ചെയ്യണം? ഇത് കോമൺ ആയിട്ട് എഴുതാൻ പറ്റും. ഇത്തരം മെസ്സേജുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാത്തിലും എഴുതി കൊടുക്കുക. അപ്പോൾ ഇത്തരം മെസ്സേജുകൾ എഴുതി കൊടുക്കുക. ഇതിന് ഇത്തരം വളരെ ഈസി ആയിട്ട് ഓരോന്നിനെക്കുറിച്ച് ഓരോ ബോക്സ് വരച്ചിട്ട് ഓരോ ഗ്രീറ്റിങ്സ് ഉണ്ടാക്കുക. ഇനി വേണം ഡിസൈനൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ കൊടുക്കുക, നിങ്ങൾ ഇഷ്ടം പോലെ കേട്ടോ. അപ്പോൾ ഈ മാർക്ക് എന്തായാലും ഷുവർ ക്വസ്റ്റ്യനാണ്. എഴുതാൻ മാർക്ക് വാങ്ങുക. പിന്നെ ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.